ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. പല ആൾക്കാരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നാർസിസിസ്റ്റ് മനഃപൂർവ്വമാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ല അറിയാണ്ട് ചെയ്തു പോകുന്നതാണോ എന്ന്. അവരുടെ പല പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും. എന്നാൽ ഇന്ന് അതിനുള്ള കൃത്യമായൊരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നാർസിസിസ്റ്റ് മിക്ക കാര്യങ്ങളും ഇൻറ്റൻഷൻ, കൃത്യമായ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ചെയ്യുന്നത്. അതറിയണമെന്നുണ്ടെങ്കിൽ ചില രീതികൾ നമ്മൾ നോക്കിയാൽ മതി. അതിലൊന്നാമത്താണ് സാമ്പത്തികമായ വിവേചനം. എപ്പോഴും നാർസിസ്റ്റായ വ്യക്തികൾ ശ്രദ്ധിക്കണേ, നാർസിസ്റ്റായ വ്യക്തികൾ വിക്ടിമിന് സാമ്പത്തികമായ കാര്യത്തിൽ ഒരു പിടുത്തം ഉണ്ടാവും. അതായത് പൂർണ്ണമായി അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കൂല, ഒരു കൺട്രോളിങ് ഉണ്ടാവും. എന്നാൽ മറ്റുള്ളവർക്ക്, അതായത് വിക്ടിമല്ലാത്ത കുടുംബത്തിലോ നാട്ടിലോ ഉള്ള ആൾക്കാർക്ക് വാരിക്കോരി കൊടുക്കും. അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവർക്ക് നല്ല പൈസ ഉണ്ട്, ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് ഇഷ്ടം പോലെ ചിലവാക്കാനും അറിയാമെന്ന്. എന്നാൽ നമ്മൾ ചോദിക്കുമ്പോഴോ പിടിച്ചിട്ടായിരിക്കും തരിക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം, ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ നാർസിസ്റ്റും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ചില നാർസിസ്റ്റ് ആർക്കും കൊടുക്കാത്ത നാർസിസ്റ്റും ഉണ്ടാവും, അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ മിക്ക കേസിലും വിക്ടിമായ ആൾക്കാർക്ക് സാമ്പത്തിക കാര്യത്തിൽ ഒരു ഞെരുക്കം, ഒരു പിടുത്തം ഉണ്ടാവും. എന്നാൽ മറ്റുള്ളവർക്ക് ഉദാരമായി നൽകുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ലക്ഷണം. ഇനി ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുടുംബത്തെ നിയന്ത്രിക്കാനും അതേപോലെ വിക്ടിമായ ആൾക്കാരെ തൻ്റെ പരിധിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുമ്പോഴേ അവർ അടിമകളെ പോലെ നിൽക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പെരുമാറ്റത്തിലെ വൈരുദ്ധ്യമാണ്. നാർസിസ്റ്റായ വ്യക്തി വീട്ടിൽ പ്രത്യേകിച്ച് വിക്ടിമിൻ്റെ മുമ്പിൽ ശക്തമായ ദേഷ്യം പ്രകടിപ്പിക്കും. അവരെ നല്ല രീതിയിൽ അബ്യൂസ് ചെയ്യും, കുറ്റപ്പെടുത്തും, ഡീവാലുവേഷൻ ചെയ്യും, പലതും ചെയ്യും. എന്നാൽ അതേ സമയത്ത് പുറത്തുള്ളവരോടാകട്ടെ നല്ല രീതിയിലുള്ള പെരുമാറ്റം. പല ആൾക്കാരും പറയും, ഇത്ര നല്ല പെരുമാറ്റമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ പറ്റി പറഞ്ഞാൽ ആരും വിശ്വസിക്കാറില്ലല്ലോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവർക്ക് നല്ല രീതിയിൽ പെരുമാറാൻ അറിയുമെന്നുള്ളതിൻ്റെ ഈ സൂചന തന്നെയാണ് പുറത്ത് നല്ല രീതിയിൽ പെരുമാറുന്നത്. അതായത് നമ്മോട് നല്ല രീതിയിൽ പെരുമാറൂല എന്ന് അവർ തീരുമാനിച്ചതാണ്, അല്ലാതെ അവർക്ക് പെരുമാറാൻ അറിയാത്തതല്ല. പല ആൾക്കാരും പറയും, എനിക്ക് ഇങ്ങനെ പെരുമാറാൻ അറിയും. അതല്ല സത്യം. നല്ല രീതിയിൽ പെരുമാറാനും നല്ല രീതിയിൽ ഇടപെടാനൊക്കെ അറിയും. അതിനുള്ള വ്യക്തമായ സൂചനയാണിത്. പക്ഷേ അങ്ങനെ നല്ല രീതിയിൽ ഞാൻ നിന്നോട് പെരുമാറൂല എന്ന് വിക്ടിമിനോട് അവർ പറയാതെ പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നല്ല ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആരോട്? വിക്ടിമിനോട്. ആ സമയത്ത് ഒരു ഫോൺ വന്ന് വിചാരിച്ചോ, ഫോൺ വന്ന സമയത്ത് മറ്റേ ഭാഗത്ത് റെസ്പെക്റ്റഡ് ആയ ആരെങ്കിലും ആണെങ്കിൽ ഇവർ അപ്പം തന്നെ നല്ല കാമായി, ക്വയറ്റായി, ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന കാണാം. അതായത് അതുവരെയുള്ള ദേഷ്യമൊക്കെ അടക്കി വെച്ച് കൺട്രോളൊക്കെ ചെയ്തിട്ട് സംസാരിക്കാനും ഇവർക്കറിയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ അവർക്കറിയാം, മാന്യമായി ഇടപെടാൻ അറിയാം, നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ അറിയാം. എന്നാൽ വിക്ടിമിനോട് വേണ്ട എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റം അറിയാണ്ട് സംഭവിക്കുന്നതല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പെരുമാറ്റത്തിലെ വൈരുദ്ധ്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സങ്കടത്തിൽ സന്തോഷം കണ്ടെത്തുന്നു. സ്കാഡൻഫ്രോയിഡ് സിൻഡ്രോം എന്നാണ് പറയാം. നിങ്ങളെ മാനസികമായി തകർത്ത് കരയിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു ചിരി വരും. ആ ചിരിയുടെ അർത്ഥം എന്താണ്? നിങ്ങൾ സങ്കടപ്പെടുന്നത് അവർക്ക് ഇഷ്ടമാവുന്നുണ്ട്. അതായത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങളെ തകർക്കുന്നതൊക്കെ അവർക്ക് ഒരു തരം സുഖം അനുഭവിക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പൊതുവെ അറിയാണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ദുഃഖം പാർട്ട്ണറുടെ മുഖത്തോ മറ്റുള്ളവരുടെ മുഖത്തോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമാവും, നമ്മൾ സമാധാനിപ്പിക്കും, എല്ലാം ചെയ്യും. പക്ഷേ മുഖത്ത് ചിരി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖത്തൊരു ഒരു കുനിഷ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? അത് മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ്. പല ആൾക്കാരും വിക്ടിം ഇപ്പോഴും സംശയത്തിലാണ്, അവരറിയാണ്ട് ചെയ്യുന്നതല്ലേ, അവർക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ. അങ്ങനെയൊന്നുമല്ല, മനഃപൂർവ്വമാണെന്നുള്ളതിന് തെളിവാണ് ഈ പറഞ്ഞ കാര്യം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട അവർ ചെയ്യുന്നത് മനഃപൂർവ്വമാണ് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ആവർത്തിക്കുന്ന ഒരേ തെറ്റുകൾ. അതായത് അവർ റിപ്പീറ്റഡായിട്ട് ഒരേ തെറ്റുകൾ ചെയ്യും. ഉദാഹരണം പറയാം, മോശമായ സെക്സ് ചാറ്റ് പല ആൾക്കാരോടും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ചു, അതിനുശേഷം താക്കീത് ചെയ്തു. അവർ പറഞ്ഞു ആദ്യമായിട്ടാണ്, ഇനി ചെയ്യൂല എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോഴൊക്കെ പറയുന്നു അറിയാണ്ട് പറ്റിയതാണെന്ന്. നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മണ്ടന്മാരല്ലാതെ എന്താണ്? പ്രത്യേകിച്ച് ഒരേ തെറ്റ് വീണ്ടും ആവർത്തിക്കുക എന്ന് പറയുന്നത് അറിയാണ്ട് സംഭവിക്കുന്നതാണോ? അല്ല, അത് മനഃപൂർവ്വം തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര എക്സ്ക്യൂസുകൾ നിങ്ങൾ വീഴുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന തന്ത്രത്തിൽ വീഴുകയാണെന്ന് അർത്ഥം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊന്നും അവരറിയാണ്ട് സംഭവിക്കുന്നതല്ല, കൃത്യമായ ഉദ്ദേശത്തോടുകൂടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടത്തുന്നതാണ്. എന്നാൽ ചില സമയത്ത് അവരുടെ പെരുമാറ്റം നിങ്ങൾ കണ്ടുപോകുന്നു. ആ കണ്ടുപോകുന്ന സമയത്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ അവർ മെനയുന്നു. ആ തന്ത്രത്തിൽ നിങ്ങൾ വീഴുന്നു. നിങ്ങൾ പറയുകയും ചെയ്യുന്നു അറിയാണ്ട് സംഭവിച്ചാണ്, മനുഷ്യന്മാരല്ലേ, തെറ്റുപറ്റാം. അങ്ങനെയല്ല, അവർ മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് സ്മാഷ് ആൻഡ് ഗ്രാബ് തന്ത്രമാണ്. അതായത്
നിങ്ങളെ പ്രകോപിപ്പിച്ച് ദേഷ്യം പിടിപ്പിക്കാൻ അവർ ബോധപൂർവം ശ്രമിക്കും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളോട് വഴക്കുണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ അതിന് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ അവരെക്കാളും വലിയ വഴക്കുണ്ടാക്കും. സാധനങ്ങൾ വലിച്ചെറിയുക, അവരെ അടിക്കുക, അങ്ങനെ പല പല പ്രശ്നങ്ങളും കാണിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ സംസാരിക്കുന്ന സമയത്ത് ഒരു തെളിവുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത് മുതൽ അവർ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡാണ് പിന്നീട് മറ്റുള്ളവർക്ക് കാണുക. അതായത് നിങ്ങൾ മോശമായി സംസാരിക്കുന്നത്, മോശമായി ഇടപെടുന്നത്, ഇതൊക്കെ നാട്ടുകാർ കാണും. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും ഉദ്ദേശത്തോടെ പ്ലാനോട് കൂടിയല്ലേ, അല്ലാതെ അറിയാണ്ട് സംഭവിക്കുന്നതല്ലോ. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നു അവർക്ക് അറിയാണ്ട് സംഭവിച്ചതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ തലച്ചോറിനെ കുറച്ചൊക്കെ ക്ലീൻ ആക്കേണ്ട സമയമായി. തെറാപ്പിയൊക്കെ ചെയ്തിട്ട് ക്ലീൻ ആക്കിക്കോളൂ. അല്ലാതെ അവർക്ക് ഒത്താശ ചെയ്ത് കഴിഞ്ഞാൽ അവർ വിരിക്കുന്ന വാരിക്കുഴിയിൽ നിങ്ങൾ വീണുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കണം. അത്തരം അവസ്ഥയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീണ്ടും കാണാം. നന്ദി.